യുദ്ധം അവസാനിക്കുകയാണ്. അവസാനം പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഇറാൻ ജയിച്ചു എന്ന് തന്നെ പറയാം. കൂടുതൽ അപകടം പറ്റുന്നതിന് മുൻപ് തന്നെ അമേരിക്ക പിന്മാറുകയാണ്. അങ്ങനെ ആണവ കരാറിനായി തുടങ്ങിവെച്ച യുദ്ധം ഒടുവിൽ ഹോർമൂസിന് വേണ്ടി യാചിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി തുറന്നുകൊടുത്താൽ ആണവ കരാറിലെത്തണമെന്ന നിർബന്ധം ഉപേക്ഷിക്കാൻ തയ്യാറാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നു. അതോടെ യുദ്ധം തീർന്നു. സത്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റിനെ മണൽ വെട്ടിയടിക്കണം. അവർ തമ്മിലുണ്ടായിരുന്നത് ആണവ കരാറുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. അതിൻ്റെ പേരിലാണ് ഈ പ്രതിസന്ധിയെല്ലാം ഉണ്ടാക്കിയതും ലോകത്തെ പട്ടിണിയിലേക്ക് വരെ എത്തിച്ച യുദ്ധം സൃഷ്ടിച്ചതും. ആണവ കരാറിന് വേണ്ടി യുദ്ധം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ഒന്നും ഈ ഹോർമൂസ് വിഷയം ഇവിടെ ഉണ്ടായിട്ടില്ല. യുദ്ധം തുടങ്ങിയതിന് ശേഷമാണ് ഹോർമൂസ് കടലിടുക്കിൽ പ്രതിസന്ധി വന്നത്. എന്നാൽ യുദ്ധം തുടങ്ങിയതിന് കാരണമായ ആണവ കരാർ വിട്ട് ഹോർമൂസിന് വേണ്ടി യാചിച്ച് യുദ്ധം നിർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. വല്ല ആവശ്യവുമുണ്ടായിരുന്നോ? ഇന്ന് തീർക്കും നാളെ തീർക്കും എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയ യുദ്ധം മാസം 6 കഴിഞ്ഞിട്ടും ഇറാനെ തൊടാനായില്ല എന്ന് മാത്രമല്ല, അമേരിക്കയുടെ പകുതി ആണവശക്തിയും കുറേ സൈനികരും നഷ്ടപ്പെട്ടതല്ലാതെ ജയിച്ചത് ഇറാനാണ് എന്നുള്ളതാണ് സത്യം. ആണവ കരാറിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് ട്രംപ് തൻ്റെ ഉപദേശകരെ അറിയിച്ച റിപ്പോർട്ടുകൾ ലോകം മുഴുവൻ പ്രചരിച്ചു തുടങ്ങി. ആണവ കരാറിൻ്റെ പരിപാടിയെല്ലാം മറന്ന് കഴിഞ്ഞ കുറേ ആഴ്ചകളായി ഹോർമൂസ് തുറന്നു കിട്ടുന്നതിനുള്ള നീക്കങ്ങളുടെ പിന്നാലെയാണ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെട്ടിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. അതായത് യുദ്ധം തുടങ്ങിയ ലക്ഷ്യങ്ങൾ ട്രംപ് ഉപേക്ഷിച്ചുവെന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള വഴി തേടുകയാണ് ട്രംപ് എന്നാണ് അറിയുന്നത്. എന്നാൽ ഇറാൻ അമേരിക്കയെ മൂക്കുകൊണ്ട് ക്ഷാവരപ്പിക്കുകയാണ്. ഹോർമൂസ് തുറന്നു കൊടുക്കുന്നതിനായി കർശനമായ ഉപാധികളാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്നത്. ഇറാൻ അന്ത്യശാസനം നൽകുകയാണ് അമേരിക്കയ്ക്ക്. അതായത് അമേരിക്ക യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുക, നാവിക ഉപരോധം പിൻവലിക്കുക, മേഖലയിൽ നിന്ന് സൈന്യത്തെ മാറ്റുക, അതുപോലെ ഉപരോധങ്ങളെല്ലാം നീക്കുക, മരവിപ്പിച്ച സ്വത്തുക്കൾ വിട്ടു നൽകുക, യുദ്ധത്തിൻ്റെ നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയവയാണ് ഹോർമൂസ് തുറക്കുന്നതിനായി ഇറാൻ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ അഥവാ അന്ത്യശാസനം എന്ന് പറയേണ്ടി വരും. ഇറാൻ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ അഥവാ അന്ത്യശാസനം എന്ന് പറയുന്നത് ഒറ്റ ആഴ്ച കൊണ്ട് ഇറാനെ കത്തിച്ചാമ്പലാക്കുമെന്ന് പാട്ടും പാടി നടന്നവർ ആഘോഷമാക്കിയ ദിവസങ്ങളുണ്ടായിരുന്നു. ഖമേനിയെ പോലുള്ളവരെ കൊലപാതകം നടത്തി ആർത്ത് അട്ടഹസിച്ച സമയങ്ങളുണ്ടായിരുന്നു അവർക്ക്. എന്നാൽ ആ സമയത്തെല്ലാം വേദനകളും പ്രതിസന്ധികളും ഒരുമിച്ച് പിടിച്ചു നിർത്തി ഇറാൻ ഉപയോഗിച്ചൊരു തന്ത്രമായിരുന്നു ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്നത്. അവസാനം അത് തന്നെയാണ് ഇവിടെ വിജയിച്ചത്. ഇറാനും ഒമാനും ഇടയിലുള്ള ഇടുങ്ങിയ സമുദ്രപാതയായ ഹോർമൂസ് കടലിടുക്ക് US-ഉമായുള്ള യുദ്ധത്തിൽ ഇറാൻ ഏറ്റവും വലിയ ആയുധമായിട്ടാണ് ഉപയോഗിച്ചത്. അതുതന്നെയാണ് ഇറാൻ ഈ യുദ്ധത്തിൽ മുഴുവൻ കരുത്തായത്. എല്ലാ പ്രതിസന്ധികളിലും ഇറാൻ പിടിച്ചു നിന്നപ്പോൾ വരാനിരിക്കുന്ന US ഇടക്കാല തെരഞ്ഞെടുപ്പും ആഗോള എണ്ണ വിപണിയിലെ അസ്ഥിരതയുമാണ് ഡൊണാൾഡ് ട്രംപിനെ സ്വയം പരാജയം സമ്മതിപ്പിച്ച് യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുന്നതിലേക്ക് വരെ എത്തിച്ചിരിക്കുന്നത്. ഇതിനിടെ US-ന്റെ ആയുധ ശേഖരങ്ങളിൽ വലിയ കുറവ് വന്നിട്ടുള്ളതായും ഉന്നത സൈനിക കമാൻഡർ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങാനുള്ള ചർച്ചകൾ നടത്തുന്നതായുമുള്ള വാർത്ത പുറം ലോകമറിഞ്ഞു. ഇത് അമേരിക്കൻ പട്ടാളക്കാരുടെ മാത്രമല്ല, അമേരിക്കൻ ജനതയുടെയും ആത്മവിശ്വാസം കെടുത്തുന്നതാണ്. ഇനിയൊരു തെരഞ്ഞെടുപ്പിലും ട്രംപിനെ ആ പരിസരത്തേക്ക് ജനങ്ങൾ അടുപ്പിക്കില്ല എന്നുറപ്പായി കഴിഞ്ഞു. ഇസ്രായേലുമായി ചേർന്ന് ഇറാനെ ഇല്ലാതാക്കി എല്ലാം കൈക്കലാക്കാൻ പോയതാണ്. ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് തോറ്റു തൊപ്പിയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായി ഇറാന് നേരെയുള്ള ആക്രമണം തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണെന്ന മലക്കം മറിച്ചലോടെ ഡൊണാൾഡ് ട്രംപ് ഓടി രക്ഷപ്പെടുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇസ്രായേലിനെ എവിടെയും കാണാനില്ല. അഹങ്കാരികൾക്ക് മുഖമടച്ചു കൊടുത്തപ്പോൾ ബോധം കെട്ടുപോയി എന്നാണ് സത്യം. ഏതായാലും ആണവ കരാറിന് വേണ്ടി യുദ്ധം തുടങ്ങി. ഇപ്പോൾ അത് ഉപേക്ഷിച്ച് എങ്ങനെയെങ്കിലും ഹോർമൂസ് കടലിടുക്ക് തുറന്നു കിട്ടിയാൽ മതിയെന്ന മാപ്പപേക്ഷയുമായി വന്ന് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി വാവിട്ടു കരയുന്ന ലോകത്തിൻ്റെ DGPയെ നോക്കി ചിരിക്കുകയാണ് ലോകജനത.